സ്നേഹമുള്ളവരെ, ഈ ദിനങ്ങളിലൊക്കെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്ന വ്യക്തികളുടെ കുടുംബങ്ങളുടെയൊക്കെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു ധ്യാനത്തിന് ഭാര്യയുടെ നിർബന്ധപ്രകാരം ഭർത്താവും ധ്യാനം കൂടുവാനായിട്ടെത്തി. ആദ്യ 2-3 ദിനങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കഴിഞ്ഞുപോയി. സാധാരണഗതിയിൽ 3-ാമത്തെ ദിവസമാണ് കുമ്പസാരം. ഈ ഭർത്താവിനെ ഈ ഭാര്യ നന്നായി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാരണം ഇദ്ദേഹം വർഷങ്ങളായി കുമ്പസാരിച്ചിട്ട് ഒരു കുമ്പസാരമെങ്കിലും ഈ ധ്യാനത്തിലൂടെയെങ്കിലും നടത്തുമെന്ന ചിന്തയും പ്രാർത്ഥനയൊക്കെ ആ ഭാര്യയുടെ പക്കലുണ്ട്. എന്നാൽ ആ ധ്യാനത്തിലെ മിക്ക ആളുകളും കുമ്പസാരിച്ചിട്ടും ഇദ്ദേഹം മാത്രം കുമ്പസാരിച്ചില്ല. ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടമായി. ഈ ഭാര്യ ഈ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ എത്തുകയാണ്. അച്ചോ, സങ്കടം പറയാനുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 27.5 വർഷം കഴിഞ്ഞു. വിവാഹത്തിന് മുൻപ് കുമ്പസാരിച്ചതാണ്, അങ്ങനെയാ പറയുന്നത്. വികാരിയച്ഛൻ്റെ നിർബന്ധപ്രകാരം കുമ്പസാരിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു കുമ്പസാരിക്കണം, പള്ളിയിൽ പോകണം എന്നൊക്കെ. പള്ളിയിലൊക്കെ പോകാനായിട്ട് തയ്യാറായി. പക്ഷേ കുമ്പസാരിക്കാൻ മാത്രം അത് ചെയ്യുന്നില്ല എന്ന്. മക്കളുണ്ട്, മക്കളോട് ചെറുപ്പകാലങ്ങളിലൊക്കെ കുമ്പസാരിക്കാനായിട്ട് പറഞ്ഞാൽ അവർ ചെയ്യുമായിരുന്നു. എന്നാൽ അവരിപ്പോൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, പപ്പ കുമ്പസാരിക്കുന്നില്ലല്ലോ, പിന്നെ ഞങ്ങളെന്തിനാ? നിങ്ങൾ മാതൃക കാണിച്ചു തരുന്നല്ലേ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അമ്മ പറയും, ഞാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തരുന്നില്ലേ, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ലേ എന്ന് ചോദിക്കും. എന്നാലും പലതരത്തിലുള്ള എക്സ്ക്യൂസുകൾ കണ്ടെത്തി മക്കളും അങ്ങനെ ഈ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിൽ നിന്ന് മാറിപ്പോവുകയാണ്, വഴുതി മറുകയാണ്. ഈ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടമായി. അച്ഛൻ ഇദ്ദേഹത്തോട് പറയണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അദ്ദേഹം ശാന്തമായി എൻ്റെ മുമ്പിലിരുന്നു. എന്നോട് പല ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ചു. അച്ചോ, കുമ്പസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപക്ഷെ അച്ഛൻ ഇതിനു മുമ്പും കേട്ട ചോദ്യങ്ങൾ, പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ എനിക്കൊന്ന് തൃപ്തിപ്പെടുത്തുവാനായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് കുമ്പസാരിക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം ചോദിച്ച ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഇവയാണ്. നേരിട്ട് എൻ്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ പോരെ? എന്തിനാ ഒരു വൈദികനോട് എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറയേണ്ടത്? 2-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈശോയ്ക്ക് പാപം ക്ഷമിക്കുവാനായിട്ട് അധികാരമുണ്ടെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? കൂടാതെ പഴയ നിയമത്തിൽ ഈ കുമ്പസാരത്തെക്കുറിച്ചോ അനുതാപത്തെക്കുറിച്ചോ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? 3-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പുരോഹിതനും കുറ്റങ്ങളും കുറവുകളുമൊക്കെയുള്ള മനുഷ്യനല്ലേ? എന്തിനാണ് ഞാൻ ഈ കുറ്റങ്ങളും കുറവുകളുമുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ കുമ്പസാരിക്കാനായിട്ട് പോവുക? ഈ കുറ്റങ്ങളും കുറവുകളുമുള്ള വ്യക്തിക്ക് എൻ്റെ പാപം ക്ഷമിക്കാനായിട്ട് പറ്റുമോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, മേൽപ്പറഞ്ഞ ഈ 3 ചോദ്യങ്ങളും സാധാരണഗതിയിൽ നമ്മളൊക്കെ കുമ്പസാരിച്ചാലും അല്ലെങ്കിൽ കുമ്പസാരിച്ചില്ലെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ചില ചോദ്യങ്ങളാണ്. ഇതുകൂടാതെ പല ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ചു. എങ്കിലും ഈ 3 ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് അല്പം സംസാരിക്കുവാനായിട്ട് തയ്യാറാകുന്നു. കാരണം വലിയ നോമ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പെസഹാക്കാലത്തെങ്കിലും നന്നായിട്ട് അനുദപിച്ച് ആണ്ടുകുമ്പസാരമെങ്കിലും നടത്തി ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുത്തു വരുന്ന ഏതാനും വ്യക്തികളുണ്ട്. അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. വേദപാഠ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചപ്പോൾ പലതും നമ്മൾ പഠിച്ചു, നമ്മളത് ചെയ്തു. പിന്നീട് ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമൊക്കെ വിട്ടുപോയി. ഈ 2 ആഴ്ചകളിൽ പ്രത്യേകമായിട്ട് ഈ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയെക്കുറിച്ചാണ് ഈ എപ്പിസോഡിലും അടുത്ത എപ്പിസോഡിലും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. കാരണം വലിയ ആത്മീയ സന്തോഷം
നിർവൃതി കിട്ടുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിലൂടെ പോകുന്നവര് മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ കുമ്പസാരിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കറിയാം അവരെ എത്രമാത്രം ആത്മസംതൃപ്തിയും സന്തോഷവും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് എന്ന്. ഇനി ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്: നേരിട്ട് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ പോരെ? എന്തിനാ വൈദികനോട് പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നത്? ഒരു മീഡിയേറ്റർ ആവശ്യമാണോ എന്ന ചോദ്യം. നമുക്കറിയാം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ്. ദൈവത്തിന് സൃഷ്ടവസ്തുക്കളുടെ മേൽ അധികാരമുണ്ട്. ഈ സൃഷ്ടവസ്തുക്കളുടെ മേൽ അധികാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാപങ്ങൾ ക്ഷമിക്കുവാനും ദൈവത്തിന് അധികാരമുണ്ട്. ഇനി ഈ അധികാരം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഈശോയെ നമുക്ക് സുവിശേഷത്തിലൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അതിനു മുൻപ് പഴയ നിയമത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് സൗൾ രാജാവിൻ്റെ ജീവിതം. അദ്ദേഹം യുദ്ധത്തിന് പോയി, യുദ്ധത്തിൽ വിജയശ്രീലാളിതനായി തിരിച്ചു വന്നു. പക്ഷേ ഒരു കാര്യം ചെയ്തു, അവിടെയുള്ള കുറേ സാധനങ്ങൾ, വസ്തുവകകൾ കൊള്ളയടിച്ച് കൊണ്ടുവരുന്ന ഒരു ചിത്രം. അങ്ങനെ വന്നപ്പം അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സാമുവേൽ പ്രവാചകന്റെ അടുത്ത് അത് ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്ന ഒരു രംഗം ബൈബിളിൽ നാം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദാവീദ് രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കാണാൻ പറ്റും, ആ മനുഷ്യൻ നീ തന്നെയെന്ന് നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോൾ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അനുതപിച്ച് പിന്നെ തിരിച്ച് ദൈവത്തിലേക്ക് വന്ന നാഥാൻ പ്രവാചകനോടൊപ്പം ദൈവത്തോട് പോയി പ്രാർത്ഥിക്കുന്ന ദാവീദിൻ്റെ ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ കാണുവാൻ സാധിക്കുക, വിശ്വാസ സമൂഹം മുഴുവൻ അപ്പസ്തോലന്മാരുടെ അടുക്കിലേക്ക് വരികയും പാപങ്ങളൊക്കെ ഏറ്റുപറയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയെക്കുറിച്ചും പാപങ്ങൾ ഏറ്റുപറയുന്നതിനെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നത്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് ദൈവത്തോട് നേരിട്ട് ഏറ്റുപറഞ്ഞാൽ മതിയോ? ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവമാണ്. ആ അധികാരം ശിഷ്യന്മാർക്ക് കൈമാറി. മത്തായി അറിയിച്ച സുവിശേഷത്തില് 18-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന്. ഈ വചനം അധികം വിശദീകരിക്കാതെ തന്നെ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തില് 20-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഉത്തിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യം: നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ചുരുക്കത്തില് യേശു ആ അധികാരം ശിഷ്യന്മാർക്ക് കൈമാറുന്ന രണ്ട് പ്രസക്തമായ വചനഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നു കഴിയുമ്പം യേശു ആ അധികാരം കൈമാറുകയാണ് ചെയ്യുന്നത്. ഇനി ദൈവത്തോട് ഈ പാപങ്ങൾ നേരിട്ട് ഏറ്റുപറഞ്ഞാൽ മതിയോ? ഒരു മീഡിയേറ്റർ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അമേരിക്കൻ സിവിൽ വാർ നടക്കുന്ന സമയത്ത് ഗെറ്റ്സ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം പ്രസിഡന്റിനെ കാണുവാനായിട്ട് അതിയായിട്ട് ആഗ്രഹിച്ചു. പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്ക് പോകുവാനായിട്ട് അദ്ദേഹം തയ്യാറെടുത്തു. പക്ഷേ അദ്ദേഹത്തെ ആ ഓഫീസിലേക്ക് ആരും കയറ്റി വിട്ടില്ല. കാരണങ്ങൾ പലതുമുണ്ട് ഇദ്ദേഹം പോകുവാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ ഫാദറും ജ്യേഷ്ഠനും ആ യുദ്ധത്തിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 പെങ്ങന്മാരും അമ്മയും മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹവും യുദ്ധത്തിന് പോകുവാനായിട്ട് നിർബന്ധിപ്പിക്കപ്പെട്ടു. ഇനി യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രസിഡന്റിനെ നേരിട്ട് കാണണം. ആരോ പറഞ്ഞു കൊടുത്തു, പ്രസിഡന്റിനെ നേരിട്ട് കാണുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സംഷൻ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസിഡന്റിനെ കാണുവാനായിട്ട് അദ്ദേഹം പ്രസിഡന്റിന്റെ അടുക്കിലെത്തി. പക്ഷേ
കാവൽക്കാരൊന്നും അദ്ദേഹത്തെ കടത്തിവിട്ടില്ല. വളരെ നിരാശനായിട്ട് അദ്ദേഹം തിരിച്ചുപോയി തൊട്ടടുത്തുള്ള ഒരു പാർക്കിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. വലിയ ദുഃഖമുണ്ട്, വലിയ മനോവ്യഥയുണ്ട്. കാരണം എന്താ? ഇനിയും യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടാളക്കാരനാണ്. ജീവിതം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം, അതൊരു വശം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അമ്മയെക്കുറിച്ചും 2 അനിയത്തിമാരെ കുറിച്ച് ഓർക്കുമ്പം, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പം ഒക്കെ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജീവിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രസിഡന്റിനെ കാണുവാനായിട്ട് ഇദ്ദേഹം പോയത്. ഇദ്ദേഹം ഇങ്ങനെ ഈ പാർക്കിലെ ബെഞ്ചിലിരിക്കുമ്പം കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടി ഇദ്ദേഹം ഇരുന്ന ബെഞ്ചിന് അരികെ വന്നിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന കണ്ടപ്പം ഈ ബാലൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി, എന്താണ് സങ്കടം? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, വലിയ ദുഃഖങ്ങളിലൂടെ വേദനകളിലൂടെ മുമ്പോട്ട് പോകുമ്പം ആരെങ്കിലും നമ്മളോടൊന്ന് മിണ്ടിക്കഴിഞ്ഞാൽ, അത് ചില വ്യക്തികൾ വലിയ സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടിയാണോ വലിപ്പമുള്ള ആളാണോ എന്നൊന്നും നോക്കത്തില്ല, അതിങ്ങനെ എല്ലാം തുറന്നു പറയുവാനായിട്ട് ശ്രമിക്കും. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അണപൊട്ടുന്നത് പോലെ ആ ദുഃഖങ്ങൾ ഇങ്ങനെ ഒഴുകി ആ കുട്ടിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൻ ഇതെല്ലാം കേട്ടവന് ഭയങ്കര സങ്കടമായി. ആ ബാലൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ, എൻ്റെ കൂടെ വരാമോ? പ്രസിഡന്റിനെ കാണണമെന്നാണല്ലോ ആഗ്രഹം, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രസിഡന്റിൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് പ്രസിഡന്റിന് സുരക്ഷ ഒരുക്കുന്ന പട്ടാളക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടി ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. അവരൊക്കെ ഒരു ചെറിയൊരു ചിരിയൊക്കെ ചിരിച്ചു. ഒരു പ്രശ്നവും ഇല്ലാതെ അവസാനം പ്രസിഡന്റിന്റെ ഓഫീസിലെത്തുന്നു. ഓവൽ ഓഫീസിന് മുമ്പിൽ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എത്തിക്കഴിയുമ്പം അവിടെ കാവൽ നിന്നിരുന്ന ഒരു സൈന്യാധിപൻ ആ ഓഫീസ് അങ്ങ് തുറന്നു കൊടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് പതുക്കെ കയറിപ്പോവുകയാണ് ഈ കുട്ടി. ആ സമയത്ത് പ്രസിഡന്റ് ചോദിച്ചു, മോനെ, എന്തിനാ നീ വന്നേ? നിന്റെ കൂട്ടുകാരൻ എന്താണ് പറ്റിയത്? കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ വന്ന വ്യക്തിക്ക് വലിയ വേദനയും ദുഃഖവും ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹം വായിച്ചറിഞ്ഞു. ഈ ബാലൻ ചെറിയ രീതിയിൽ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഇദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും പറയുമെന്ന് പറഞ്ഞു. അദ്ദേഹം തൻ്റെ സങ്കടം ഉണർത്തിച്ചു. എൻ്റെ പ്രയാസം, എൻ്റെ ബുദ്ധിമുട്ട് ഇതാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ആയിരുന്നു. അബ്രഹാം ലിങ്കന്റെ മകനാണ് ഈ പട്ടാളക്കാരനെ കൂട്ടിക്കൊണ്ട് ഈ ഓഫീസിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആ സങ്കടങ്ങളെല്ലാം ഉണർത്തിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ആ യുദ്ധത്തിന് പോകണ്ട, തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കോ എന്നുള്ള പെർമിഷനും കൊടുത്തു. ഇവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് ഈ ബാലൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം പ്രസിഡന്റിന്റെ മകനാണ് എന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ മീഡിയേറ്ററായിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കുവാനായിട്ട് ഇവന് സാധിച്ചു. അപ്പൊ അങ്ങനെ വലിയൊരു സന്തോഷത്തിലേക്ക് ആ പട്ടാളക്കാരൻ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ചോദ്യം. അതായത്, ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, അതെയോ ഇനിയൊരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതിൻ്റെ ചോദ്യവും ഉത്തരവും ഒക്കെ ഇവിടെയാണുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ ഫോളോ അപ്പ് ചെയ്യുവാനായിട്ട്, ആ സംവിധാനങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട്, ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈശോയ്ക്ക് പാപം ക്ഷമിക്കുവാനായിട്ട് അധികാരമുണ്ടെന്ന് ബൈബിളിൽ എവിടെയാണ് പറയുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വചനം പ്രസക്തമാണ്. സ്നാപക യോഹന്നാൻ ഈശോ വരുന്നത് കണ്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. കണ്ടോ, സ്നാപക യോഹന്നാൻ ഈശോയുടെ അധികാരം അതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞത്. ഇനി ഈശോ ആ അധികാരം ഉപയോഗിക്കുന്നതിനെ കുറിച്ചും സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തില് 9-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ വാക്യം, ഈശോയ്ക്ക്
പാപം ക്ഷമിക്കാൻ അധികാരമുണ്ട് എന്നുള്ളത് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ട് എന്ന് യേശു പറഞ്ഞ വാക്യം ഇവിടെ ഇതാണ് കാണിക്കുന്നത്. അതായത് ആ രോഗിയോട് പറഞ്ഞു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്. ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, ഈശോ തൻ്റെ അധികാരം അവിടെ പ്രയോഗിക്കുകയാണ്. തളർവാദ രോഗി കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുന്ന ഒരു ചിത്രം. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ അർത്ഥം എന്താ? ഈശോയ്ക്ക് പാപം ക്ഷമിക്കാൻ അധികാരമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. പുരോഹിതന് നന്മകളുണ്ട്, അതോടൊപ്പം തന്നെ കുറ്റങ്ങളും കുറവുകളുമൊക്കെയുണ്ട്. ഈ കുറ്റങ്ങളും കുറവുകളുമൊക്കെയുള്ള വ്യക്തിയുടെ മുമ്പിൽ കുമ്പസാരിച്ചാൽ പാപം ക്ഷമിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, കുമ്പസാരക്കൂട്ടില് പാപങ്ങൾ ക്ഷമിക്കുന്നത് ഒരു പുരോഹിതന്റെ യോഗ്യതയല്ല, മറിച്ച് യേശുവിൻ്റെ തിരുരക്തത്തിന്റെ യോഗ്യതയാലാണ് കുമ്പസാരക്കൂട്ടിലെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടുക. പട്ടത്തിന്റെ അവസരത്തില് കൈവപ്പ് ശുശ്രൂഷ വഴി പിതാക്കന്മാര്, മെത്രാന്മാര് ഞങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തി. ആ കൈവപ്പ് ശുശ്രൂഷ വഴി ഞങ്ങൾക്ക് അധികാരം ലഭിച്ചു. ആ അധികാരം പ്രയോഗിക്കാനുള്ള കൃപയും ദൈവം തന്നു. ഓർക്കുക, ഞങ്ങളുടെയൊക്കെ യോഗ്യതയല്ല, മറിച്ച് ഈശോയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാലാണ് ഓരോ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, ഒരു വ്യക്തി ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് വിചാരിക്കുക. ക്രിമിനൽ കുറ്റം ചെയ്തതിനു ശേഷം സാധാരണ ഒരു വ്യക്തി അവൻ്റെ അടുത്തോട്ട് പോയിട്ട് പറഞ്ഞു, യു ആർ അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിത് മൈൻഡ് ചെയ്യത്തില്ല. എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ വേഷമൊക്കെ അണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, യു ആർ അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് പതുക്കെ എഴുന്നേൽക്കും. പിന്നെ പോലീസിൻ്റെ കൂടെ പോകുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ പോലീസ് ഉദ്യോഗസ്ഥനിൽ കുറവുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹവും ഈ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അധികാരമുണ്ടല്ലോ, അധികാരം, അതാണ് അവിടെ വലുത്. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, ദൈവം അധികാരം കൊടുത്തു. ആ അധികാരമാണ് അവിടെ വിനിയോഗിക്കുക. ഈശോയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാലാണ് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടുക. ഇനി കുമ്പസാരത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ആർട്ടിക്കിൾ നമ്പർ 1451 മുതൽ 59 വരെയുള്ള ആർട്ടിക്കിൾ നമ്മളൊക്കെ സമയമുണ്ടെങ്കിൽ വായിക്കണം. അവിടെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പ്രസക്തമായ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആർട്ടിക്കിൾ നമ്പർ 1451 പറയുന്ന ഒരു കാര്യം, ശരിയായ അനുതാപം പഴയ ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകുന്നു. ഇതാണ് ആർട്ടിക്കിൾ നമ്പർ 1451 പറയുന്നത്. ശരിയായ അനുതാപം പഴയ പാപങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകുന്നു. നമുക്കറിയാലോ, പലതരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട്. സ്ക്രീൻ അഡിക്ഷൻ ഉണ്ട്, ആൽക്കഹോൾ, ഡ്രഗ്സ് തുടങ്ങിയ അഡിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിലിങ്ങനെ നിലനിൽക്കുന്ന ഒരു വ്യക്തി ഇടയ്ക്കൊന്ന് കുമ്പസാരിച്ചു കഴിയുകയും തീരുമാനങ്ങൾ എടുക്കുകയും പിന്നെയും തീരുമാനങ്ങൾ എടുക്കുകയും പിന്നെ ദൈവം സൃഷ്ടിച്ച പല സംവിധാനങ്ങളോടും ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം ഇദ്ദേഹത്തിന് വിടുതൽ തന്നെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പഴയ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ വളരെ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ നമ്പർ 1453 പറയുന്ന ഒരു കാര്യം, ചില വ്യക്തികളും ജീവിത സാഹചര്യങ്ങളും ചില മനുഷ്യരെയൊക്കെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് തള്ളി അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിലൂടെ ഇതിനെ അതിജീവിക്കുവാനായിട്ട് പറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, കണ്ടോ, എത്ര മനോഹരമായ ഒരു കാര്യമാണ്. കാരണം എന്താ? കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയിലൂടെ ഇതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ പാപ സാഹചര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട്, ഇനി മനസ്സിലാക്കിയാൽ തന്നെ എങ്ങനെയാ അതിൻ്റെ അകത്തു നിന്ന് വിടുതൽ കിട്ടുക, അങ്ങനെ വരുമ്പോൾ വൈദികൻ അഡ്വൈസ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു ശക്തി പരിശുദ്ധാത്മാവിന്റെ കൃപാവർഷം അവന് കൊടുക്കുക ഇതിനെ അതിജീവിക്കുവാനായിട്ട്. ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇനി ഇങ്ങനെ ആ ഒരു കുമ്പസാരത്തിലേക്ക് പോയ വ്യക്തികളുണ്ടല്ലോ, അവർക്ക് അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത, മൂല്യം അനുഭവിച്ചറിയുന്ന വ്യക്തികളാണെങ്കിലുണ്ടല്ലോ,
എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ആന്തരികമായ സന്തോഷവും സമാധാനവുമായിരിക്കും. ചില വ്യക്തികൾ പറയാറുണ്ട്, അച്ചോ വർഷങ്ങളായി കുമ്പസാരിച്ചിട്ട്, പക്ഷേ കുമ്പസാരത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടതിന് ശേഷം സമയമെടുത്ത് 45-60 മിനിറ്റ് സമയമെടുത്ത് അനുദപിച്ചു. അങ്ങനെ ഞങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തി. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു കെട്ടു പൊട്ടിയതുപോലുള്ള ഒരു ഫീലിങ്സാണ്. ഭയങ്കര സന്തോഷമാണ്. അത് തന്നെയല്ല അച്ചോ, പല കാര്യങ്ങളും പണ്ടൊക്കെ തുടങ്ങിയായിരുന്നു, പക്ഷേ അതൊന്നും വലുതായിട്ട് പച്ച പിടിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, അത് തൊടുന്നതെല്ലാം പൊന്നായിട്ട് മാറുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ കൂദാശയുടെ അതിൻ്റെ ശ്രേഷ്ഠത, പരിഭാവനത അനുഭവിച്ചറിയുന്ന വ്യക്തികൾ പറഞ്ഞ കാര്യമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമുക്ക് ജീവിതം നൽകി. അതെ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ എപ്പിസോഡിൽ നമ്മുടെ മനസ്സിലെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ തരുവാനായിട്ടാണ് ഞാൻ പരിശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഒരുങ്ങി കുമ്പസാരിക്കാനായിട്ട് സാധിക്കുക എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നിങ്ങളെല്ലാവരും കുമ്പസാരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത വ്യക്തികളെ അറിയാം. എത്ര പറഞ്ഞാലും പോകാത്ത വ്യക്തികൾ നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ഒന്ന് പറഞ്ഞയക്കണേ. അയക്കുന്നതിന് മുൻപ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുക. ദൈവമേ, അവരുടെ മനസ്സിനെ ഒന്ന് ഒരുക്കണമേ. അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുക്കുക. അതിനുശേഷം സാധിക്കുമെങ്കിൽ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർക്കൂടെ അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ അവരുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ ഇതിലൂടെ നൽകപ്പെടുമായിരിക്കും. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുവാനായിട്ട് പോവുക, എങ്ങനെയാണ് നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് ശാശ്വതമായ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ കൃപാകടാക്ഷം അങ്ങ് കൊടുക്കണമേ. പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാതിരിക്കുന്ന വ്യക്തികൾ, പാപത്തിൻ്റെ അടിമത്തങ്ങളിൽ കഴിയുന്ന വ്യക്തികൾ, നാഥ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കണ്ടുപിടിക്കാൻ, പ്രാർത്ഥിക്കാൻ, അവരുടെ സ്നേഹത്തോടെ ഈ കൂദാശയുടെ മൂല്യത്തെക്കുറിച്ച് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.